عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين ثم أما بعد. സഹോദരന്മാരെ, നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ നിന്ന് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സ്ഥിരീകരിക്കുകയും അള്ളാഹു നിഷേധിച്ചതായ സിഫാത്തുകളെ ഉണർത്തുകയും ചെയ്യുന്ന ആയത്തുകളാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മൾ ഇന്നല്ലാഹ നിഅമ യഅയദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ എന്ന ആയത്താണ് ഇവിടെ വിശദീകരിച്ച് സംസാരിച്ചത്. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നു, വഖൗലുഹു വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് وقوله ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد وقوله أحلت لكم بهيمة الأنعام إلا ما يتلى عليكم غير محل الصيد وأنتم حرم إن الله يحكم ما يريد وقوله فمن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء. ഈ 4 ആയത്തുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള നൽകിയത് അള്ളാഹുവിന് മശീഅത്ത്, ഇറാദത്ത് എന്നീ സിഫത്തുകൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം ഈ ആയത്തുകൾ അള്ളാഹുവിന്റെ ഏതാനും ഇസ്മുകളെയും അസ്മാഇനെയും ഉൾക്കൊണ്ടിരിക്കുന്നു. ഒന്നാമത്തെ ആയത്ത് വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമരുളിയ തോട്ടത്തിന്റെ വാക്താവിനെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെയും കുറിച്ച് ഉണർത്തവേ പറഞ്ഞ വചനമാണ് വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് വദ്രിബ് ലഹും مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل എന്ന് തുടങ്ങി സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആളുകളുടെ സംഭവം വിശദീകരിക്കുകയാണ്. അതിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിരിത്തോപ്പ് നൽകുകയും അങ്ങനെ മുന്തിരികൾ വിളഞ്ഞു നിൽക്കുന്ന ഇടതൂർന്ന 2 തോട്ടങ്ങൾ, ആ തോട്ടത്തിന് കുറുകെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴുക്കിയതായ അരുവിയും നദിയും. സംഭവം എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തോട്ടത്തിന്റെ വാക്താവിനെ സംബന്ധിച്ചിടത്തോളം തോട്ടം നൽകി, ആ തോട്ടത്തിൽ ഫലങ്ങൾ നൽകി. ലഹു സമറുൻ, ആ തോട്ടം ഫലഭൂയിഷ്ടമായിരുന്നു, ഫലങ്ങളുള്ള തോട്ടായിരുന്നു. പക്ഷേ ഈ അനുഗ്രഹം ലഭിച്ച വ്യക്തി വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അظن അൻ തബീദ ഹാദിഹി അബദ. അവൻ അഹങ്കാരിയായിരുന്നു, അനുഗ്രഹദാതാവിനെ നിഷേധിക്കുന്നവനുമായിരുന്നു. തന്റെ തോട്ടത്തിൽ പ്രവേശിച്ച് അഹങ്കരിച്ച് അവൻ സംസാരിച്ചത്, ഇതൊരിക്കലും നശിച്ചു പോകാത്ത തോട്ടമാണ്
എന്ന് പറയുകയുണ്ടായി. ഇടതൂർന്ന് ഫലഭൂയിഷ്ടമായി വളരെ ഗംഭീരമായി തന്റെ തോട്ടത്തെ കണ്ടപ്പോൾ അവൻ ആ തോട്ടത്തെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ വിസ്മരിക്കുകയും തന്റെ തോട്ടത്തിന് ഒരിക്കലും നാശമോ നഷ്ടമോ ഉണ്ടാവുകയില്ല എന്ന് വാദിക്കുകയും അന്ത്യനാളിന്റെ സംഭവ്യതയെ നിരാകരിക്കുകയും ഉണ്ടായി. ഈ സമയം വിശ്വാസിയായ കൂട്ടുകാരൻ ഈ നിഷേധിയായ അഹങ്കാരിയായ വ്യക്തിയെ ഉണർത്തി ഉത്ബോധിപ്പിച്ച് പറഞ്ഞ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ വചനമായിട്ട് ഉണർത്തിയത്. വലൗല ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വലൗല ഇദ് ദഖൽത ജന്നതക, താങ്കൾ താങ്കളുടെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞില്ല? അപ്പൊ സുഹൃത്തിനെ ഉത്ബോധിപ്പിക്കുകയാണ്. തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ തോട്ടത്തിൽ ആശ്ചര്യകരമായ അത്ഭുതകരമായ ദൃശ്യമാണുള്ളത്. അപ്പൊ ആശ്ചര്യകരവും അത്ഭുതകരവുമായ ദൃശ്യങ്ങൾ കാണുമ്പോൾ തബ്രീക്കാണ് ചെയ്യേണ്ടത്. തബ്രീക്ക് എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിലേക്ക് ഈ അനുഗ്രഹത്തെ ചേർക്കുകയാണ് വേണ്ടത്. മാഷാ അല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതാണ് ഇത്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, യാതൊരു കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. ഇവിടെ മാഷ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചത്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മശീഅത്ത്, ഉദ്ദേശം എന്ന ഒരു സിഫത്തിനെ ഇവിടെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, യാതൊരു കഴിവും ഇല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പോ ഈ അനുഗ്രഹം ലഭിച്ച വ്യക്തി തനിക്ക് വലിയ തോട്ടം, ധന്യമായ തോട്ടം, ഫലഭൂയിഷ്ടമായ തോട്ടം, ഇടതൂർന്ന് സസ്യലതാദികളുള്ള തോട്ടം, ഇത് കാണുമ്പോൾ ഇതെന്റെ കഴിവാണ് എന്ന് അഹങ്കരിക്കാതെ അത് തന്നിലേക്ക് ചേർക്കുകയും ചെയ്യാതെ ഈ അനുഗ്രഹം അരുളിയ അള്ളാഹുവിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. ഇത് അള്ളാഹുവിന്റെ വേണ്ടുകയും അള്ളാഹുവിന്റെ ഉദ്ദേശവുമാണ്. മാഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതാകുന്നു ഈ തോട്ടം. അത് അള്ളാഹുവിന്റെ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഭംഗിയിലും അനുഗ്രഹത്തിലുമായത്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എനിക്ക് യാതൊരു കഴിവുമില്ല, അള്ളാഹുവിനാണ് കഴിവ് മുഴുവനും. അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഈ തോട്ടം ഇപ്രകാരമായത്. ഇതാണ് ആയത്ത് അർത്ഥമാക്കുന്നത്, തേടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ ആയത്തിനെ കൊണ്ടുവന്നത് ഇവിടെ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചു. അപ്പോൾ അള്ളാഹുവിന് മശീഅത്ത് എന്ന വിശേഷണമുണ്ട്. അതേപോലെ വലൗ ഷാ അല്ലാഹു മഖ്തതലു വലാകിന്ന അല്ലാഹ യഫ്അലു മാ യുരീദ്. വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തതലു, ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്യുമായിരുന്നില്ല. വലാകിന്ന അല്ലാഹ, പക്ഷെ അള്ളാഹു യഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഷാ അള്ളാഹു, അവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശം അഥവാ മശീഅത്ത് എന്ന സിഫത്തിനെ സ്ഥിരീകരിച്ചു. പിന്നെ വലാകിന്ന അല്ലാഹ യഫ്അലു മാ യുരീദ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അള്ളാഹു പ്രവർത്തിക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നു. അപ്പൊ അള്ളാഹു പ്രവർത്തിക്കുന്നു, അത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അതേപോലെ മാ യുരീദു, അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അവിടെ അള്ളാഹുവിന് ഇറാദത്ത് എന്ന് പറയുന്ന സിഫത്തിനെ സ്ഥാപിക്കണം. അപ്പൊ മശീഅത്ത്, ഇറാദത്ത് രണ്ടിനും നമ്മൾ ഉദ്ദേശം എന്നർത്ഥം പറയുമെങ്കിലും
അഖീദയുടെ പണ്ഡിതന്മാർ മഷിയന്റെ താല്പര്യമെന്ത്, ഇറാദത്തിന്റെ താല്പര്യമെന്ത് എന്നൊക്കെ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അത് ഈ ആയത്തുകൾക്ക് അർത്ഥം പറഞ്ഞതിന് ശേഷം എന്താണ് ഇറാദത്ത്, എന്താണ് മഷിയത്ത് എന്ന് അത് അനുബന്ധമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അവിടെ ഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചു. അപ്പൊ അള്ളാഹ്ക്ക് മഷിയത്ത് എന്ന് പറയുന്ന സിഫത്തുണ്ട്. യഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അള്ളാഹു യുരീദ് ഉദ്ദേശിക്കുന്നു. അപ്പൊ അള്ളാഹുവിന് ഇറാദത്ത് എന്ന് പറയുന്ന സിഫത്തും ഈ ആയത്തിനാൽ സ്ഥാപിതമാവുകയാണ്. അതിനുവേണ്ടിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ആ ആയത്തിനെ കൊണ്ടുവന്നത്. പിന്നെ അടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൗലിഹി ഖൗലുഹു ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം ഇല്ലാ മാ യുത്ല അലൈക്കും ഗൈറ മുഹില്ലിസ് സ്വൈദ് വഅൻതും ഹുറും ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്. ഉഹില്ലത് ലക്കും ബഹീമത്തുൽ അൻആം, സൂറത്തുൽ മാഇദയുടെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ബഹീമത്തുൽ അൻആമിനെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ കാലികളിൽ മിണ്ടാപ്രാണികൾ എന്നാണ് അതിന്റെ അർത്ഥമെങ്കിലും ഉദ്ദേശം ആട്, മാട്, ഒട്ടകങ്ങൾ. ആട്, മാട്, ഒട്ടകം, ഈ കാലികൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഇനി ഓതി കേൾപ്പിക്കപ്പെടുന്നവയൊഴിച്ച്. ഗൈറ മുഹില്ലിസ് സ്വൈദി വഅൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടയെ അനുവദനീയമാക്കാത്ത അവസ്ഥയിൽ. ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു യഹ്കുമു വിധിക്കുന്നു മാ യുരീദ് അവൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാലികളിൽ നമുക്ക് ഭുജിക്കൽ അനുവദനീയമായ മൃഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് ബഹീമത്തുൽ അൻആമാണ്, ആട്, മാട്, ഒട്ടകങ്ങൾ എന്നിവയാണ്. എന്നാൽ ഇല്ലാ മാ യുത്ല അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഈ ആയത്തിന് തൊട്ടുള്ള ആയത്തിൽ പറഞ്ഞു തരുന്നുണ്ട് പാടില്ലാത്ത മൃഗങ്ങളെ കുറിച്ച്. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به والمنخنقة والموقوذة والمتردية والنطيحة എന്ന് പറഞ്ഞിട്ട് തൊട്ട ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ലാത്ത മാംസം നിഷിദ്ധമാകുന്ന മൃഗങ്ങളെ കുറിച്ച് ഉണർത്തുന്നുണ്ട്. അതാണ് ഇല്ലാ മാ യുത്ല അലൈക്കും. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ആട്, മാട്, ഒട്ടകങ്ങളിൽ നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. ഗൈറ മുഹില്ലിസ് സ്വൈദി വഅൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കാൻ നിങ്ങൾ വേട്ടയെ അനുവദനീയാക്കാൻ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ഹജ്ജിന്റെ ഉംറക്കോ ഇഹ്റാമിൽ പ്രവേശിച്ച് മീഖാത്തിലെത്തിയിട്ട് ലബ്ബൈക ഉംറതൻ എന്നോ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ എന്നോ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ ഉംറതൻ വ ഹജ്ജൻ എന്നൊക്കെ പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കരയിൽ വേട്ടയാടാൻ പാടുള്ളതല്ല. കരയിലെ വേട്ട അവർക്ക് ഹറാമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധാക്കിയിട്ടുണ്ട്. എന്നാൽ കടലിൽ വേട്ടയാടാവുന്നതാണ്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. ഉഹില്ല ലക്കും സയ്യിദുൽ ബഹ്രി വതആമുഹു മതഅൻ ലക്കും വലിസയ്യാറ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. കരയിൽ വേട്ടയാടാൻ പാടുള്ളതല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉ മിസ്ലു മാ ഖതല മിനൻ നഅം എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്റാമിൽ പ്രവേശിച്ചവർ കരയിൽ വേട്ടയാടരുത്, എന്നാൽ കടലിലാണെങ്കിൽ അവർക്ക് ആകാവുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്. ഗൈറ മുഹില്ലിസ് സ്വൈദി വഅൻതും ഹുറും. ഇവിടെ വിഷയം ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്കുമു മാ യുരീദ്, യഹ്കുമു അല്ലാഹു വിധിക്കുന്നു, മാ യുരീദ് അവൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്നു. അപ്പൊ അല്ലാഹു ഉദ്ദേശിക്കുന്നത്, അതാണ് അവിടുത്തെ ഷാഹിദ്. അല്ലാഹുവിന് ഉദ്ദേശിക്കുക എന്ന വിശേഷണമുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുന്നവനാണ്. അപ്പൊ ഉദ്ദേശിക്കൽ എന്നുള്ളതിന്റെ പ്രധാന അറബി ഇറാദത്ത് എന്നാണ്. അപ്പൊ അള്ളാഹുവിന് ഇറാദത്ത് എന്ന് പറയുന്ന സിഫത്ത് വിശേഷണമുണ്ട്. അത് അറിയിക്കുവാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ ആയത്ത് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ضيقا حرجا كأنما يصعد في السماء. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, ഫമൻ ഒരുവൻ, യുരിദില്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നു, അൻ യഹ്ദിയഹു അവനെ ഹിദായത്തിലാക്കുവാൻ, എങ്കിൽ യശ്റഹ് സദ്റഹു അല്ലാഹു അവന്റെ നെഞ്ചിനെ ഹൃദയത്തെ വിശാലമാക്കും, ലിൽ ഇസ്ലാം ഇസ്ലാമിന്,
വമൻ യുരിദ് അൻ യുദില്ലഹു, വല്ലവനെയും അള്ളാഹു വഴിതെറ്റിക്കുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ യജ്അൽ സദ്റഹു, അവന്റെ ഹൃദയത്തെ അള്ളാഹു ആക്കും ദയ്യിഖൻ ഹറജൻ. ദയ്യിഖൻ ഹറജൻ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയതും പ്രയാസകരവും, ഏറെ ഇടുങ്ങിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കും. കഅന്നമാ യസ്അദു ഫിസ്സമാ, അള്ളാഹു വഴികേട് ഉദ്ദേശിച്ചവന് പിന്നീട് അവൻ ആകാശത്തിലേക്ക് സാഹസപ്പെട്ട് കയറുന്നത് പോലെയായിരിക്കും. ഒരിക്കലും അവന്റെ ഹൃദയം വിശാലമാവുകയോ പ്രയാസരഹിതമാവുകയോ ഇല്ല. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ 4 ആയത്തുകൾ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ ഈ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. ഈ ആയത്തുകളിൽ ഷെയ്ഖുൽ ഇസ്ലാം അള്ളാഹുവിന് അൽ മശീഅത്ത് അതേപോലെ അൽ ഇറാദത്ത് എന്നീ സിഫത്തുകളെ സ്ഥാപിക്കുവാനാണ് ഈ ആയത്തുകൾ കൊണ്ടുവന്നത്. അതിന്റെ സന്ദർഭങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഖുൽ തമാ ശാ അല്ലാഹ് വലൗ ശാ അല്ലാഹു മഖ്തതലു വലാകിന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അതേപോലെ തന്നെ ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഫമൻ യുരിദില്ല, അള്ളാഹു ഒരാൾക്ക് ഉദ്ദേശിക്കുന്നു എങ്കിൽ അയ്യഹ്ദിഹു, അയാളെ ഹിദായത്തിലാക്കുവാൻ അവിടെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. വമൻ യുരിദ് അൻ യുദില്ലഹു, വല്ലവനെയും വഴിതെറ്റിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെ വമൻ യുരിദ് ഫമൻ യുരിദ്, അതൊക്കെയാണ് അവിടെ ആയത്തിന്റെ ആ സാക്ഷ്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് ഇറാദത്ത് എന്നുള്ള സിഫത്തിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ ഭാഗമാണ് അവകൾ. ഇറാദത്ത് അല്ലെങ്കിൽ മശീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തന്നിലേക്ക് ചേർത്തു. എന്നാൽ ഇറാദത്ത് 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന് കൗനിയായ ഇറാദത്ത്, മറ്റൊന്ന് ശർഈയായിട്ടുള്ള ഇറാദത്ത്. കൗനിയായ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മശീഅത്ത് എന്നുള്ളതിന്റെ നേരെ ഉദ്ദേശം. പ്രാപഞ്ചികമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശം, പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിന്റെ തീരുമാനവും ഉദ്ദേശവുമാണ് ഇറാദത്തുൽ കൗനിയ അല്ലെങ്കിൽ മശീഅത്ത് എന്ന് പറഞ്ഞാൽ. പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിന്റെ ഇറാദത്ത് അത് സംഭവിക്കൽ അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ഉദ്ദേശിച്ചുവോ അത് സംഭവിച്ചിരിക്കും. അതിൽ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമല്ല. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തുന്നു തുടങ്ങിയുള്ളതായ അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളുണ്ട്. പടച്ച തമ്പുരാൻ അതൊക്കെ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇറാദത്ത്, ഇതിനാണ് മശീഅത്ത് എന്ന് പറയുക. അതിനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കും. എന്നാൽ ഇറാദ ശർഈയ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ തൃപ്തിയുമായി ബന്ധപ്പെട്ടതാണ്. തൃപ്തിക്ക് പര്യാപ്തം എന്ന് പര്യായം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാവുന്ന. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ആണ്, പക്ഷേ അടിമ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് മുമ്പിൽ സ്വാതന്ത്ര്യമുള്ളവരാണ്. പ്രവർത്തിക്കുവാനും ഒഴിവാക്കുവാനും അടിമക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ശർഈയായ ഇറാദത്ത് ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചു, നിശ്ചയിച്ചു. അത് അള്ളാഹിന്റെ ഇറാദത്താണ്, അവനെ മാത്രം ആരാധിക്കണം.
അള്ളാഹിന്റെ ഇഷ്ടം എന്താണ്? അവനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. പക്ഷെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാനും. അപ്പൊ ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ അടിമകൾക്ക് അതിനു മുമ്പിൽ സ്വാതന്ത്ര്യമുണ്ട്, ചെയ്യാനും ചെയ്യാതിരിക്കാനും. ഇതിനാണ് ഇറാദത്തുൻ ശറഇയ്യ എന്ന് പറയുന്നത്. എന്നാൽ ഇറാദൽ കൗനിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ട്, പക്ഷേ അടിമകൾക്ക് അതിനു മുന്നിൽ സ്വാതന്ത്ര്യമല്ല. എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് അത് അനിവാര്യമായി സംഭവിക്കും. അതിനു മുമ്പിൽ അടിമകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമല്ല. അപ്പൊ നമ്മുടെയൊക്കെ ആയുസ് തടുക്കാൻ കഴിയില്ല നമുക്കൊന്നും. അത് കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾ വളരുന്നു. ഇതൊന്നും വേണ്ടെന്ന് വെക്കാനോ വേണമെന്ന് വെക്കാനോ നമുക്കൊരു സ്വാതന്ത്ര്യമല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. ആ ഉദ്ദേശം എങ്ങനെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത് ആ വിധം പുലരുന്നു. അടിമകൾക്ക് അതിനു മുമ്പിൽ യാതൊരു സ്വാതന്ത്ര്യമല്ല. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇറാദത്തുകളെ ഇറാദത്തുൻ കൗനിയ എന്ന് പറയും, അല്ലെങ്കിൽ അതിന് മശീഅത്ത് എന്ന് പറയും. എന്നാൽ ശറഈ ആയിട്ടുള്ള ഇറാദത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന്റെ മഹബ്ബത്തിന്റെ പര്യായമാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അടിമകൾ അതിനു മുമ്പിൽ സ്വാതന്ത്ര്യമുള്ളവരാണ്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി അടിമകൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചത് പ്രാവർത്തികമാക്കാം, അല്ലെങ്കിൽ അവർക്ക് അത് ഉപേക്ഷിക്കുകയും ആകാം. മനസ്സിലായി? ഏതായാലും അള്ളാഹുവിന് ഇറാദത്ത്, മശീഅത്ത് എന്ന് പറഞ്ഞ രണ്ട് സിഫത്തുകളുണ്ട്. ആ സിഫത്തുകൾ അത് അറിയിക്കുന്ന ഏതാനും ഉദാഹരണങ്ങളാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ അഖീദത്തുൽ വാസിത്തിയയുടെ ഈ ഭാഗത്ത് നൽകുകയുണ്ടായത്. അവസാനം പറഞ്ഞ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, വല്ലവരെയും ഹിദായത്തിലാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തിന് അള്ളാഹു വിശാലത നൽകും. എന്തിന്? ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ, ഇസ്ലാമിനെ ഉൾക്കൊള്ളുവാൻ. ഇത് അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ഉദ്ദേശവും തീരുമാനമാണ്. അള്ളാഹു ഒരാളെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തിന് വിശാലം നൽകും. ആ ഉദ്ദേശത്തിന് മുമ്പിൽ അടിമകൾക്ക് ഒരു സ്വാതന്ത്ര്യമല്ല. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അത് ആർക്ക് ലഭിച്ചുവോ അവൻ അനുഗ്രഹീതനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവന് ഇസ്ലാം പുൽകുവാൻ, ഇസ്ലാമിന്റെ ആദർശങ്ങളെ ഉൾക്കൊള്ളുവാൻ, പ്രാവർത്തികമാക്കുവാൻ ഹൃദയത്തിന് വിശാലത നൽകുക എന്നുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വഴികേടിലാക്കുവാൻ ഉദ്ദേശിച്ചാലോ അവന്റെ ഹൃദയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടുസുള്ളതാക്കുന്ന, ഇടുങ്ങിയതാക്കും. മനസ്സിലായി? ഇതും അള്ളാഹുവിന്റെ ഉദ്ദേശം കൗനിയായ ഉദ്ദേശം. ഇതിനു മുമ്പിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന, അള്ളാഹു ഉദ്ദേശിച്ചത് പുലരും. അടിമകൾക്ക് സ്വാതന്ത്ര്യമല്ല. അള്ളാഹുവിൽ നിന്ന് ആർക്കത് ലഭിച്ചോ അയാൾ അനുഗ്രഹീതനാണ്. അള്ളാഹു ഹൃദയ വിശാലത കൊണ്ട് ആര് അള്ളാഹു അനുഗ്രഹിച്ചോ അവൻ അനുഗ്രഹീതനാണ്. ആർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയ വിശാലത തടഞ്ഞുവോ അവൻ ഭാഗ്യഹീനനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, വല്ലവൻക്കും അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിഖ് പ്രദാനം ചെയ്യുന്നു. അപ്പോ ഒരാൾ ദീനിൽ ഫിഖ് പാണ്ഡിത്യമുള്ളവനാവുക എന്നത് അറിയിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നന്മ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ ഈ ഉദ്ദേശം കൗനിയായിട്ടുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. അതിനു മുമ്പിൽ അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യം. അള്ളാഹു ഉദ്ദേശിച്ചത് പുലരും. ആരിൽ അള്ളാഹുവിന്റെ ആ ഉദ്ദേശം പുലരുന്നുവോ അയാൾ അനുഗ്രഹീതനാണ്. പടച്ചതമ്പുരാൻ ചെയ്യുന്നു, അയാളുടെ ഹൃദയത്തിന് വിശാലത നൽകും. പഠിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അവസരം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, ജുഇലത് ഖുറത്തു ഐനി, എന്റെ കണ്ണിന്റെ കുളിർമ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഫിസ്സലാഹ്, നമസ്കാരത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺകുളിർമയാണ്, മനസ്സിന് ആനന്ദമാണ്, കണ്ണുകൾക്കും ആനന്ദമാണ്, ശരീരത്തിന് സമാശ്വാസാണ്. എന്തുകൊണ്ടാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഈ സമാധാനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല
ഹൃദയം വിശാലമാക്കിയത് കൊണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരാൾക്ക് നന്മ ഉദ്ദേശിക്കുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക കാര്യങ്ങൾക്കും ഇസ്ലാമിനും അയാളുടെ ഹൃദയത്തിന് വിശാലത നൽകും. അങ്ങനെ വിശാലത ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിസ്കാരം എനിക്ക് കൺകുളിർമയാണ് എന്ന് പറഞ്ഞത്. എന്നാൽ കപട വിശ്വാസികളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? കപട വിശ്വാസികളുടെ വിഷയത്തിൽ പറഞ്ഞെന്താ? ഫൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു ഖുസാല. അവർ നമസ്കാരത്തിന് കൈകെട്ടിയിട്ടുണ്ടെങ്കിൽ അലസന്മാരായിട്ട് കൈകെട്ടുന്നതാണ്. ഇഷ നിസ്കാരത്തെ കുറിച്ചും ഫജർ നിസ്കാരത്തെ കുറിച്ചും പറഞ്ഞ് കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഫ്ഖലു സ്വലാത്താണ്, ഏറ്റവും ഭാരമുള്ള നിസ്കാരമാണ് ഫജറും അതേപോലെ തന്നെ ഇഷയും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭാരമുള്ളതായത്? നിസ്കാരം എന്ന് പറഞ്ഞത് താങ്ങാൻ കഴിയാത്ത ഒരു ഭാരമായത് എന്തുകൊണ്ടാണ്? അള്ളാഹു ഹൃദയത്തെ ഇടുക്കിയത് കൊണ്ടാണ്. ആരുടെ ഹൃദയത്തെയാണ് അള്ളാഹു ഇടുക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് വഴി തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ ഹൃദയത്തെയാണ് എടുക്കുക. മനസ്സിലായി? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വഴികേട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയം എടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും ഇടങ്ങേറായിരിക്കും, നിസ്കാരം ഭാരിച്ചതായിരിക്കും, ഇസ്ലാമിക കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പ്രയാസകരായിരിക്കും. എന്നാൽ ആരുടെ ഹൃദയം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കിയോ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവർക്ക് എളുപ്പമായിരിക്കും. ഇസ്ലാമിക കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് താല്പര്യവും അതേപോലെ തന്നെ ഏറെ ഇഷ്ടകരവുമായിരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ആയത്തിനെ ആ രീതിയിൽ വിശദീകരിക്കാനുള്ള സന്ദർഭോചിതമായിട്ട് ചില ഫായിദകൾ ഉണർത്തിയെന്ന് മാത്രം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തയിൽ അള്ളാഹുവിന് അൽ ഇറാദത്ത് അൽ മശീഅത്ത് എന്നീ രണ്ട് സിഫത്തുകളെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ 4 ആയത്തുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തുടർത്തി പറയുന്ന അള്ളാഹുവിന്റെ ചില മറ്റു സിഫത്തുകൾക്കുള്ള തെളിവുകളാണ്. അള്ളാഹുവിന് സ്ഥിരീകരിക്കേണ്ട സ്ഥാപിക്കപ്പെടേണ്ടതായ സിഫാത്തുകൾക്ക് ഉള്ള തെളിവ്, അള്ളാഹു തനിക്ക് സ്ഥാപിച്ചതിന്റെ തെളിവുകൾ. അതാണ് അതിൽ ഒന്ന് വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ഫമസ്തഖാമു ലക്കും ഫസ്തഖീമു ലഹും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. എന്തിനാ ഈ ആയത്തുകളെ ഇവിടെ കൊണ്ടുവന്നത്? അള്ളാഹുവിന് മറ്റു ഒരു സിഫത്തിനെ സ്ഥാപിക്കാനാണ് ഇത്രയും ആയത്തുകൾ ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ ആയത്ത് വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. വഅഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിന് എന്തുണ്ട്? ഇഷ്ടപ്പെടുക എന്നുള്ള സിഫത്തുണ്ട്, വിശേഷണുണ്ട്. അപ്പൊ മഹബ്ബത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തുകളൊക്കെ കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ ആയത്ത് വഅഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. എന്താ ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനോടുള്ള ഇഹ്സാനും ഉണ്ട്, സൃഷ്ടികളോടുള്ള ഇഹ്സാനും ഉണ്ട്. ഖാലിഖായ അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ എന്താ? അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഹദീസ് ജിബ്രീലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. അള്ളാഹിനോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കലാണ്. കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. ഫഇൻ ലം തകുൻ തറാഹ്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അള്ളാഹു അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് അള്ളാഹുവിനെ കാണുമ്പോ അള്ളാഹുവിനോട് എങ്ങനെയായിരിക്കും ഇബാദത്ത്? എത്ര സൂക്ഷ്മതയിൽ, എത്ര ഭക്തിയിൽ, എത്ര വണക്കത്തിൽ, എത്ര ഒതുക്കത്തിൽ, എത്ര താല്പര്യത്തിൽ ആയിരിക്കും. അതേപോലെ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഇബാദത്ത് അനുഷ്ഠിക്കലാണ്.
നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നു. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഇബാദത്ത് എടുക്കുന്നതിനാണ് എന്താ പറയാ, അഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞത് അള്ളാഹ്ക്കുള്ള ഇബാദത്തിന്റെ വിഷയത്തിൽ. അള്ളാഹുവിനോട് അങ്ങനെ ഇബാദത്ത് എടുക്കുന്നവരെ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. സൃഷ്ടികളോടുള്ള ഇഹ്സാൻ എന്താ? സൃഷ്ടികളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോടുള്ള പെരുമാറ്റത്തിലുള്ള ഇഹ്സാനാണ്. സാമ്പത്തികമായി, ശാരീരികമായി, അതേപോലെ തന്നെ മാനസികമായിട്ട് സൃഷ്ടികൾക്ക് നമ്മൾ നന്മകൾ ചെയ്യുക. അതേപോലെ തന്നെ ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക. അതേപോലെ തന്നെ മുഖപ്രസന്നതയിൽ ആളുകളെ അഭിമുഖീകരിക്കുക. ഈ 3 കാര്യങ്ങളാണ് സൃഷ്ടികളോടുള്ള ഇഹ്സാൻ. ബദലുന്നത വകഫുൽ അദ വതലാഖത്തുൽ വജ്ഹ്. സൃഷ്ടികളോടുള്ള ഇഹ്സാൻ ബദലുന്നത, നന്മ കൈമാറുക. സാമ്പത്തികമായോ ശാരീരികമായോ ഒക്കെയുള്ള നന്മകൾ കൈമാറുക. അതേപോലെ കഫുൽ അദ, ഉപദ്രവങ്ങൾ മനസ്സ വാച കർമ്മണ ഉള്ള ഉപദ്രവങ്ങൾ തടയുക. ആരോടും ഉപദ്രവം ചെയ്യാതിരിക്കുക. അതാണ് അവരോടുള്ള ഇഹ്സാൻ. അതേപോലെ തന്നെ തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നതയിൽ, പുഞ്ചിരിയിൽ, മുഖപ്രസന്നതയിൽ ആളുകളെ അഭിമുഖീകരിക്കുക. ഇതാണ് പടപ്പുകളോടുള്ള ഇഹ്സാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു മൃഗത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് കെട്ടിത്തള്ളിയിട്ട് അതിന്റെ ശരീരത്തിൽ കാല് വെച്ചിട്ട് കത്തി മൂർച്ച കൂട്ടുന്ന വ്യക്തിനോട് പറഞ്ഞില്ലേ, ഫൈദാ ദബഹ്തും ഫഅഹ്സിനു ദിബ്ഹ, നിങ്ങൾ അറക്കുകയാണെങ്കിൽ അറവിൽ ഇഹ്സാൻ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൃഗത്തിന് റാഹത്ത് നൽകണം. കെട്ടിത്തള്ളിയിട്ടതിന് ശേഷം കത്തി മൂർച്ചൂട്ടാൻ പാടുള്ളതല്ല, മൃഗത്തിന്റെ മുമ്പിൽ കത്തി മൂർച്ചൂട്ടാൻ പാടുള്ളതല്ല. ഇന്നല്ലാഹ മുഹ്സിനു യുഹിബ്ബുൽ ഇഹ്സാൻ, അള്ളാഹു മുഹ്സിനാണ്, ഇഹ്സാനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മിണ്ടാപ്രാണിയാണെങ്കിലും ആ മിണ്ടാപ്രാണിക്കും എന്തുണ്ട്? അതിനോട് ഉപദ്രവം പാടില്ല, അതിനെ പ്രയാസപ്പെടുത്താൻ പാടുള്ളതല്ല. അങ്ങനെ ഇഹ്സാൻ ചെയ്യണമെന്നാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കെട്ടി തള്ളിയിടുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ ആയുധം മൂർച്ച കൂട്ടിക്കൂടായിരുന്നോ? അതിനെ കെടുത്തിയിട്ടതിന് ശേഷം അതിന്റെ കൺമുമ്പിലാണോ നീ ആയുധം മൂർച്ച കൂട്ടുന്നത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിനോട് ഗുണദോഷിക്കുകയുണ്ടായി. അപ്പൊ പടപ്പുകളോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെലവഴിക്കുക, വാക്കുകളും പ്രവൃത്തികളും അതിലൂടെയുള്ള ഉപദ്രവങ്ങളെ ഒഴിവാക്കുക, മുഖപ്രസന്നതയിൽ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. സൃഷ്ടാവിനോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് അള്ളാഹുവിനെ കാണുന്നത് പോലെ സൂക്ഷ്മതയിലും ഭക്തിയാദരവിലും നിർവഹിക്കുക. അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും എന്ന ബോധം നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതാണ് ഇഹ്സാൻ. അങ്ങനെ ഇഹ്സാനിൽ വർത്തിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇന്നല്ലാഹ യുഹിബ്ബു, തീർച്ചയായും അള്ളാഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇവിടെ തീർച്ചയായും എന്ന അർത്ഥം പറയുമ്പോൾ ഒരു കാര്യം ഉണർത്താനുണ്ട്. വഅഹ്സിനു ഇന്നല്ലാഹ്, വഅഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക. ഇന്നല്ലാഹ് എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും എന്നതോടൊപ്പം കാരണം എന്നൊരർത്ഥം കൂടി പറയേണ്ടതുണ്ട്. തഅലീലിന്റെ കൂടി ഒരർത്ഥം ഇതിലുണ്ട്. കാരണം അള്ളാഹു, കാരണം ഈ അംറ് നഹി, കൽപ്പനകൾ, വിരോധങ്ങൾ, അതേപോലെ പ്രസ്താവന വചനങ്ങൾ എന്നിവക്കപ്പുറം ഇന്ന വരുമ്പോൾ തീർച്ചയായും എന്ന അർത്ഥത്തോടൊപ്പം ഒരു തഅലീലിന്റെ മാന കൂടി അതിനുണ്ട് എന്നാണ്. കാരണം എന്നുള്ള അർത്ഥം കൂടി അതിന് വരുന്നതാണ്. അപ്പൊ നമ്മൾ അർത്ഥം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹ്സിനു, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ഇന്നല്ലാഹ്, കാരണം അള്ളാഹു. അപ്പൊ തൗക്കീദും ഉണ്ട്, തഅലീലും ഉണ്ട്. കാരണം എന്നൊരർത്ഥം കൂടി അവിടെ ഉണ്ട്. അപ്പൊ കാരണം അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പം അള്ളാഹ്ക്ക് മഹബ്ബത്ത് എന്നുള്ള സിഫത്തിനെ ഇവിടെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. വഅഖ്സിതു, അഖ്സിതു എന്ന് പറഞ്ഞാൽ എന്താ? യഅദിലു എന്നർത്ഥം, നീതി പാലിക്കുക എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായി? അഖ്സത എന്ന ക്രിയ നീതി പാലിക്കുന്നതിനാണ് പ്രയോഗിക്കുക. എന്നാൽ അഖ്സതയിൽ നിന്ന് ആ ഒഴിവാക്കിയാലോ, ഖസത എന്ന് മാത്രമാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആണ് അർത്ഥം.
ബലമ എന്നർത്ഥം, അനീതി കാണിക്കുക എന്നർത്ഥം, അക്രമം കാണിക്കുക എന്നർത്ഥം. ഹസത്ത എന്ന് പറഞ്ഞാല് അക്രമം കാണിക്കുക എന്നർത്ഥം. ആ അക്രമം കാണിക്കുക എന്നുള്ള ആ അർത്ഥത്തിന് നേരെ വിപരീതാർത്ഥം കിട്ടാനാണ് അതിന് തുടക്കത്തിൽ കൊണ്ടുവന്നത്, അക്സത്ത എന്നാക്കിയത്. അപ്പൊ എന്തായി? അനീതി കാണിക്കുക എന്നുള്ളതിന്റെ അർത്ഥം നേരെ എതിരായി, നീതി കാണിക്കാനായി. വാഖ്സിതു, നിങ്ങൾ നീതി കാണിക്കണം. ഇഅ്ദിലു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുൽ മുഖ്സിതീൻ. കാരണം അല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി കാണിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അപ്പൊ നീതിയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നീതി ഉണ്ട്. അള്ളാഹിനോടുള്ള പെരുമാറ്റത്തിൽ അള്ളാഹു നമുക്ക് ഏകിയ അനുഗ്രഹങ്ങൾ അഗണ്യാണ്, അവർണ്ണനീയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സദാസമയം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിന് അങ്ങോട്ടുള്ള നന്ദിയിൽ കാണിക്കുന്നതിൽ നമ്മൾ നീതിയുള്ളവരായിരിക്കണം. നമ്മൾ അന്യായക്കാരും അക്രമികളുമാകാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ ഹക്കായ ഈ സത്യദീനിനെ പിൻപറ്റുക, അത് പഠിച്ച് പ്രാവർത്തികമാക്കി അതിലേക്ക് ആളുകളെ ദഅവത്ത് നടത്തുക. മനസ്സാ വാച കർമ്മണ നമ്മൾ അള്ളാഹുവിനുള്ള ശുക്രിൽ കഴിഞ്ഞുകൂടുക. നാവുകൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. ഇതാണ് അള്ളാഹുവിനോടുള്ള നീതി. അതേപോലെ തന്നെ പടപ്പുകളോട് നീതിയുണ്ട്. പടപ്പുകളോടുള്ളതായ പെരുമാറ്റത്തിൽ നീതിയുണ്ട്. എന്താ പടപ്പുകളോടുള്ള പെരുമാറ്റത്തിലുള്ള നീതി? വിധിയിൽ നീതി പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, തഖുല്ലാഹ് വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളിയും. വഅദിലു, നിങ്ങൾ നീതിയിൽ വർത്തിച്ചോളിയും. ബൈന ഔലാദിക്കും, നിങ്ങളുടെ സന്തതികൾക്കിടയിൽ, മക്കൾക്കിടയിൽ നീതിയിൽ വർത്തിക്കാൻ പറഞ്ഞു. മനസ്സിലല്ലേ? ഒരു മകനേക്കാൾ ഒരു മകന് പ്രത്യേകത കൽപ്പിക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ഒരു മകളേക്കാൾ മറ്റൊരു മകൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്കിടയിൽ അന്യോന്യം വേർതിരിവും അകതിരിവും കൽപ്പിക്കാൻ പാടുള്ളതല്ല. നീതിയിൽ വർത്തിക്കണം. ഒരു സഹാബി വന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, ഒരു മകന് ഹദിയ നൽകിയതിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് സാക്ഷിക്കാൻ പറഞ്ഞു. ഞാനിത് ഈ മകന് ഹദിയ നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എല്ലാ മക്കൾക്കും നീ അങ്ങനെ ഹദിയ നൽകിയോ? അപ്പൊ ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഒരു അന്യായത്തിന് നീ എന്നെ സാക്ഷിയാക്കല്ലേ എന്നാ പറഞ്ഞത്. നീ വാർദ്ധക്യത്തിലായിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ വലുതായാൽ ഇവരൊക്കെ പുണ്യം ചെയ്യണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ പുണ്യം നിനക്ക് തുല്യമായിട്ട് കിട്ടണം നീ കൊതിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ അതെ, എങ്കിൽ അവർക്കുള്ള നന്മയുടെ വിഷയത്തിലും പുണ്യത്തിന്റെ വിഷയത്തിലും നീ നീതി കാണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പോ പടപ്പുകൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളതാണ്. അത് വിധിയിലാകട്ടെ മറ്റ് ഏത് വിഷയങ്ങളിലാകട്ടെ. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധിക്കുകയാണ് എങ്കിൽ നീതിയോടുകൂടി വിധിക്കണം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അതിൽ നീതി കൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ വിഷയത്തിൽ നീതി പാലിക്കേണ്ടതുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നീതി പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അവിടെ ഇന്നല്ലാഹ് യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ അല്ലാഹുക്ക് മഹബ്ബത്ത് എന്ന് പറയുന്ന വിശേഷണമുണ്ട്. അത് സ്ഥിരീകരിക്കാനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആ ഒരു ഉദാഹരണം കൊണ്ടുവന്നത്. അതേപോലെ തന്നെ അടുത്ത ആയത്ത് ഫമസ്തഖാമു ലക്കും ഫസ്തഖീമു ലഹും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ഫമസ്തഖാമു ലക്കും ഫസ്തഖീമു ലഹും, അതായത് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് വെച്ചിട്ട് കരാർ സ്വീകരിച്ചിട്ടുണ്ട്.
മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ സ്വീകരിച്ചിട്ട് ആ കരാറിനെ അവർ പുലർത്തി കൊണ്ടുപോകുന്നിടത്തോളം കാലം ഫസ്തഖീമു ലഹു, നിങ്ങളും അങ്ങോട്ട് എന്ത് ചെയ്യണം? കരാർ ലംഘിക്കാൻ പാടില്ല, കരാറിനെ പുലർത്തണം, കരാർ സൂക്ഷിക്കണം. അപ്പൊ ബഹുദൈവവിശ്വാസികളുമായിട്ട് മുസ്ലിമീങ്ങൾ ഉടമ്പടിയിലും കരാറിലുമാണ് എങ്കിൽ അവർ കരാറിനെ പുലർത്തുന്നിടത്തോളം കാലം നമ്മളും കരാറിനെ പുലർത്തണം. നമ്മളുടെ ഭാഗത്ത് നിന്ന് ലംഘനം പാടുള്ളതല്ല. ഇതാണ് ഫസ്തഖീമു ലഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. കാരണം അള്ളാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? മുത്തഖീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവർത്തിച്ചും അള്ളാഹു വിരോധിച്ചവയിൽ നിന്ന് വിട്ടുനിന്നും അള്ളാഹുവിന്റെ അദാബിനെ സൂക്ഷിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. പഠിച്ചോന്റെ അദാബുണ്ട്, അള്ളാഹിന്റെ ശിക്ഷ, നരകം, അള്ളാഹിന്റെ ശാപം, അള്ളാഹിന്റെ കോപം, അതിനെ സൂക്ഷിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. എങ്ങനെ അള്ളാഹുവിന്റെ ദേഷ്യവും അള്ളാഹുവിന്റെ ശാപകോപവും അള്ളാഹുവിന്റെ നരകവും സൂക്ഷിക്കാൻ? സൈന്യത്തെ വിളിച്ചിട്ടോ മിലിറ്ററിനെ അവതരിപ്പിച്ചിട്ടൊന്നുമല്ല. പിന്നെയോ അള്ളാഹിന്റെ ശിക്ഷയും അള്ളാഹിന്റെ നരകവും സൂക്ഷിക്കപ്പെടണമെങ്കിൽ, അതിൽ നിന്ന് സുരക്ഷ ലഭിക്കണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കണം. അങ്ങനെ ഉള്ളവർക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുക. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇന്നല്ലാഹ യുഹിബ്ബു, അള്ളാഹ്ക്ക് മഹബ്ബത്ത് എന്നുള്ള സിഫത്തുണ്ട് എന്നത് ഈ ആയത്തും അറിയിക്കുന്നു. അതേപോലെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹിരീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുത് തവ്വാബീൻ, തവ്വാബീങ്ങളെ ഇഷ്ടപ്പെടുന്നു. തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബന്റെ സീഗത്തുൽ മുബാലഗയാണ്. അള്ളാഹുവിലേക്ക് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് ധാരാളമായിട്ട് മടങ്ങുക എന്നതിന്റെ അർത്ഥം. അങ്ങനെ ധാരാളമായി മടങ്ങുന്നവരെ, എപ്പോഴും തൗബ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ മടങ്ങുന്നവരാണ് തവ്വാബ് എന്ന് പറയും. മടങ്ങുന്നവർക്കാണ് തവ്വാബൂൻ, തവ്വാബീൻ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിന് മുന്നിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന ബോധത്തോടുകൂടി, ആ തെറ്റ് ചെയ്തതിൽ ഖേദിച്ചുകൊണ്ട്, ഇനി തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണല്ലോ തൗബ എന്ന് പറയാൻ. അങ്ങനെ മടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല തവ്വാബീങ്ങളെ ഇഷ്ടപ്പെടുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. വ യുഹിബ്ബുൽ മുതതഹിരീൻ, മുതതഹിരീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എന്താ ഈ മുതതഹിരീൻ എന്ന് പറഞ്ഞാൽ? മുതതഹിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദസിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധി വരുത്തുന്നവർ, അതേപോലെ തന്നെ ബാഹിറും ബാത്തിനുമായിട്ടുള്ളതായ മാലിന്യങ്ങളിൽ നിന്ന്, നജസ്സുകളിൽ നിന്ന് ശുദ്ധി വരുത്തുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. അത് എങ്ങനെ മനസ്സിലാക്കാം? മുതതഹിരീൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹദസ് പറഞ്ഞാൽ എന്താ? ഹദസിൽ നിന്ന് ശുദ്ധിയാകുന്ന ഹദസ് രണ്ട് രീതിയുണ്ട്. അല്ല ഹദസുൽ അസ്ഗറും ഉണ്ട്, അല്ല ഹദസുൽ അക്ബറും ഉണ്ട്. ഹദസുൽ അസ്ഗർ എന്ന് പറഞ്ഞാല് വുദു ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്ത് പിന്നെ നമ്മൾ മൂത്രിച്ച് കാഷ്ടിച്ച്, അല്ലെങ്കിൽ മുൻ പിൻദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ഗാഠമായിട്ട് ഉറങ്ങി, അല്ലെങ്കിൽ നമ്മൾ ബോധരഹിതരായി, അല്ലെങ്കിൽ നമ്മൾ ഒട്ടകമാംസം ഭക്ഷിച്ച്, ഇതൊക്കെ നമ്മളുടെ ഉദുവിനെ നഷ്ടപ്പെടുത്തും. അങ്ങനെ ഉദു ഇല്ലാത്ത അവസ്ഥക്കാണ് അല്ല ഹദസുൽ അസ്ഗർ എന്ന് പറയും, ചെറിയ അശുദ്ധി. അല്ല ഹദസുൽ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി. വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ നമുക്ക് സ്ഖലനം ഉണ്ടായി, ലൈംഗികമായിട്ട് ഭാര്യമാരായിട്ട് ബന്ധപ്പെട്ട്, അതിൽ സ്ഖലനം ഉണ്ടായില്ല എങ്കിലും ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ രക്തം ഉണ്ടായി, അല്ലെങ്കിൽ പ്രസവ രക്തം ഉണ്ടായി, ഇതിനൊക്കെയാണ് എന്താ പറയാ? വലിയ അശുദ്ധി എന്ന് പറയാം. ഇങ്ങനെ ചെറിയ വലിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തുന്നതിനാണ് തത്വഹൂർ എന്ന് പറയാം, ശുദ്ധി വരുത്തൽ. അങ്ങനെ ശുദ്ധി വരുത്തുന്നവർക്കാണ് മുതതഹിരീൻ എന്ന് പറയാം. അള്ളാഹു യുഹിബ്ബുൽ മുതതഹിരീൻ, അള്ളാഹു മുതതഹിരീങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ വുദു ഇല്ലാത്തവന് വുദു ചെയ്ത് ശുദ്ധി വരുത്തുക. മനസ്സിലായി? വലിയ അശുദ്ധിക്കാരനെ സംബന്ധിച്ചിടത്തോളം കുളിച്ച് ശുദ്ധി വരുത്തുക. കുളിക്കാനുള്ള വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ രണ്ട് അശുദ്ധിക്കും ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് തൈമം ചെയ്തിട്ട് ശുദ്ധി വരുത്തുക. ഇങ്ങനെ ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു,
പിന്നെ നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക. നജസ് എന്ന് പറഞ്ഞാൽ എന്താ? നജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ശരീരത്തില് അല്ലെങ്കിൽ വസ്ത്രത്തില് നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ നജസ് വരും. മനസ്സിലല്ലേ? എന്ത് ചെയ്യണം? നജസിൽ നിന്ന് ഒരാൾ ശുദ്ധിയായിരിക്കണം. ഇപ്പൊ ശരീരത്തിൽ നജസ് കണ്ടിട്ടുണ്ടെങ്കിൽ നജസ് കഴുകി ശുദ്ധിയാക്കണം, അല്ലെങ്കിൽ നജസിനെ പോക്കണം. ഇങ്ങനെ ശുദ്ധി വരുത്തുന്നതിനും എന്തെന്ന് പറയും? നജസിൽ നിന്ന് ശുദ്ധമാവുന്നതിനും എന്തെന്ന് പറയും? തത്തഹൂർ എന്ന് പറയും. അങ്ങനെ ശുദ്ധി വരുത്തുന്നവർക്ക് മുത്തത്തഹിരീൻ എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ശുദ്ധി കൈവരിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ആന്തരികമായിട്ടുള്ള നജസ് ഉണ്ട്, ബാഹ്യമായിട്ടുള്ള നജസ് ഉണ്ട്. ബാഹ്യമായ നജസ് നമ്മൾ പറഞ്ഞത് കാഷ്ടം, അതേപോലെ തന്നെ മൂത്രം തുടങ്ങിയതൊക്കെ എന്ത് ചെയ്യുക? ശരീരത്തിലോ വസ്ത്രത്തിലൊക്കെ ഉണ്ടാകുന്ന ശുദ്ധിയത്തെ. ആന്തരികമായിട്ടുള്ള നജസ് എന്താ? ആന്തരികമായിട്ടുള്ള നജസ് പറഞ്ഞാല് അത് പാപങ്ങളാണ്. പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക്. ഷിർക്കിനെ തുടർന്ന് ഇതര പാപങ്ങൾ, അതൊക്കെ എന്താണ്? ആത്മീയമായിട്ടുള്ള നജസും വൃത്തികേടുകളാണ്. അതിൽ നിന്ന് മനുഷ്യന്മാര് ശുദ്ധിയാകണം. ഷിർക്കുള്ള മനുഷ്യൻ എങ്ങനെ ശുദ്ധിയാകുക? 1000 പ്രാവശ്യം പോയിട്ട് കുളിച്ചിട്ടും കാര്യമല്ല. ഷിർക്ക് ആ നജസ് ഇന്ന് ശുദ്ധിയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഷിർക്കിൽ നിന്ന് ഒഴിവായി അള്ളാഹുവിനോട് വന്നു പോയതിൽ പശ്ചാത്തപിക്കുക തന്നെ വേണം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാക്കളായിട്ട് എന്ത് ചെയ്യണം? നിഷ്കളങ്കരായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനാണ് അവർ കൽപ്പിക്കപ്പെടുന്നത്. ഹുനഫ എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്കിലാണ് എങ്കിൽ ഷിർക്കിൽ നിന്ന് തെറ്റുക തൗഹീദിലേക്ക്, കുഫറിലാണ് എങ്കിൽ കുഫറിൽ നിന്ന് തെറ്റുക എവിടേക്ക്? ഇസ്ലാമിലേക്ക്. അങ്ങനെ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന്, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്ന്, നിഫാഖിൽ നിന്ന് ഇഖ്ലാസിലേക്ക് വന്ന് അള്ളാഹുവിന് വഴിപ്പെട്ടിട്ട് ജീവിക്കുക. അങ്ങനെയാണ് ആത്മീയമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള നജസിൽ നിന്ന് ശുദ്ധിയാവൽ, തത്വഫുറാകൽ. അങ്ങനെ ശുദ്ധി വരുത്തുന്നവർക്കാണ് മുത്തത്തഹിരീൻ എന്ന് പറയാം. അങ്ങനെയുള്ള മുത്തത്തഹിരീങ്ങളെയും വയുഹിബ്ബുൽ മുത്തഹിരീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവിടെ അള്ളാഹുവിന് മഹബ്ബത്ത് എന്നുള്ള സിഫത്തിനെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആയത്തുകൂടി കൊണ്ടുവന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കൽപ്പനയാണ്. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, എന്നെ നിങ്ങൾ പിൻപറ്റണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണം. വിരോധിച്ചതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയിട്ട് വിരോധിച്ചത് കൈയൊഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിഅലിയായ സുന്നത്തുകൾ, അതേപോലെ തന്നെ ഖൗലിയായ സുന്നത്തുകൾ, അതേപോലെ തന്നെ വാക്യാലുള്ള സുന്നത്തുകൾ, തഖ്രീരിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതായ സുന്നത്തുകൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? പിൻപറ്റണം. അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും. അപ്പൊ യുഹിബ്ബുകുമുല്ലാഹ്, അതാണ് അവിടുത്തെ ഷാഹിദ്. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള സിഫത്തിന്റെ വിശേഷണമുണ്ട്. മഹബ്ബത്ത് എന്നുള്ള സിഫത്തിനെ സ്ഥിരീകരിക്കുന്ന ഒരു ദലീലാണ് ഈ ആയത്ത്. അതേപോലെ വഖൗലി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന. ആയത്തിന്റെ തുടക്കം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ നിന്ന് വല്ലവരും മതത്തിൽ നിന്ന് മുർത്തദ്ദാവുകയാണ് എങ്കിൽ, മതം ഒഴിവാക്കുകയാണ്, മതപരിത്യാഗികളാവുകയാണ് എങ്കിൽ, ഫസൗഫ യഅതില്ലാഹ്, അപ്പോൾ അള്ളാഹു കൊണ്ടുവരും, ബിഖൗമിൻ, ഒരു വിഭാഗത്തെ, യുഹിബ്ബുഹും, അള്ളാഹു കൊണ്ടുവരുന്ന ആ വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, യുഹിബ്ബൂനഹു, അള്ളാഹു ആരെയാണ് കൊണ്ടുവരുന്നത്? അവർ അള്ളാഹുവേയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇവിടെ അള്ളാഹുവിന് മഹബ്ബത്ത് എന്നുള്ള സിഫത്ത് പറയാനാണ്, സ്ഥിരീകരിക്കാനാണ് ഈ ആയത്ത് കൊണ്ടുവന്നത്. മനസ്സിലായേ? വിശ്വാസികൾ അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് മുർത്തദ്ദാവുകയാണെങ്കിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അള്ളാഹു ഈ സത്യദീനിൽ നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ആരെങ്കിലും മുർത്തദ്ദാവുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ കൊണ്ടുവരും. അവരുടെ പ്രത്യേകത എന്താ? ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള സിഫത്തുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നത്. വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവേയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇതാണ്
ആ ആയത്ത്. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കൊടുക്കുന്നതായ ഒരായത്ത് അതുകൂടി അർത്ഥം പറഞ്ഞ് അതിന്റെ ഉദ്ദേശം പറഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഖിതാൽ നടത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു. ജിഹാദ് നടത്തുന്നവരെ, സായുധ സമരം നടത്തുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. എങ്ങനെ? സഫൻ, അണിയായി, ഒരേ ലൈനിൽ നിന്ന്, ആരും മുന്നോട്ടായ പോകാതെ ആരും പിന്നോട്ട് വരാതെ ഒരൊറ്റ സഫിൽ നിന്നുകൊണ്ട് ജിഹാദ് നടത്തുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. കഅന്നഹും ബുനിയാനുൻ മർസൂസ്. കഅന്നഹും, ഈ ജിഹാദ് നടത്തുന്നതായ വിശ്വാസികൾ അവർ ആയതുപോലുണ്ട്. ബുനിയാനുൻ മർസൂസ്, അടുത്തടുത്ത്, ഇഷ്ടിക ആണെങ്കിൽ ഇഷ്ടിക, അല്ലെങ്കിൽ കല്ലാണെങ്കിൽ കല്ല് വെച്ച് നിർമ്മിക്കപ്പെട്ടതായ ഒരു എടുപ്പ് പോലെ, ബിൽഡിംഗ് പോലെ. അപ്പോ ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിയായി നിന്ന് യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ സൂറത്ത് സഫിന്റെ തുടക്കത്തിലുള്ള ആയത്ത്, സൂറത്ത് സഫിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്ത ആയത്താണ്. കാരണം എന്താ? സൂറത്ത് സഫിന്റെ അവതരിപ്പിക്കാൻ തന്നെ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ ചില ആളുകൾ ജിഹാദിനെ കുറിച്ച് എന്തുകൊണ്ട് ആയത്ത് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അള്ളാഹു നമുക്ക് ജിഹാദിനുള്ള ആയത്തുകൾ എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല, ജിഹാദ് ചെയ്യട്ടെ, ഞങ്ങൾ ജിഹാദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങി. അപ്പൊ മക്കയിൽ മുസ്ലിമീങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ ബഹുദൈവ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ ആക്രമിച്ചു, മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു, പട്ടിണിക്കിട്ടു, അവരെ വളരെയധികം ദ്രോഹിച്ചിരുന്ന സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങൾ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം കൊണ്ടുവന്നിട്ട് ജിഹാദിന് അനുവാദം ചോദിക്കാൻ. മനസ്സിലല്ലേ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദിന് അനുവാദം കൊടുത്തപ്പോ ജിഹാദിനെ കുറിച്ച് ചോദിച്ചിരുന്ന കപട വിശ്വാസികൾ പലരും പിന്നെ ജിഹാദിന്റെ വിഷയത്തിൽ വിമുഖരായി. ഉഹദിലൊക്കെ പോയപ്പോൾ എന്ത് ചെയ്തു? ജിഹാദ് ചോദിച്ചിരുന്ന പല ആളുകളും കപട വിശ്വാസികൾ വഴിയിൽ വെച്ച് മടങ്ങുകയാണ് ചെയ്തത്. ജിഹാദ് ഷറാക്കിയപ്പോൾ അവര് വിമുഖരായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് സൂറത്ത് സഫിന്റെ അവതരണം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിയായി നിന്ന് ഒരൊറ്റ എടുപ്പ് പോലെ നിന്ന് യുദ്ധം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അണിയിൽ നിന്ന് പിന്മാറുന്ന, അണിയിൽ നിന്ന് പിൻവലിക്കുന്ന, അല്ലെങ്കിൽ വടിയിൽ വെച്ച് മടങ്ങുന്ന, യുദ്ധമുഖത്ത് വെച്ചിട്ട് ഭീരുക്കളായി ഓടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കപട വിശ്വാസികളാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. മനസ്സിലായി? ആ ആശയമാണ് ഇവിടെ ഈ ആയത്ത് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അള്ളാഹുവിന് മഹബ്ബത്ത് എന്നുള്ള സിഫത്തുണ്ട്. അള്ളാഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അവന് മഹബ്ബത്ത് എന്ന് പറയുന്ന സിഫത്തുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന ഏതാനും ആയത്തുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതോടനുബന്ധമായിട്ട് ഇവിടെ നമ്മളെ പിന്നെ ഉണർത്തുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ അള്ളാഹുവിനുള്ള മറ്റു ഏതാനും സിഫത്തുകളും അതിനുള്ള ദലീലുകളും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ തുടർത്തി സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകൾക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സത്യദീൻ യഥാവിധം മനസ്സിലാക്കുവാനും അവന്റെ ദീനിൽ ഫിഖ് ഉള്ളവരാകുവാനും നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.